എന്ന് താൻ കേസ് കൂടും. ആ സിനിമ എല്ലാവർക്കും അറിയാലോ. കുഞ്ചാക്കോ ബോബൻ വളരെ നന്നായി അഭിനയിച്ച് നമ്മുടെ മറ്റേ ആള് നല്ല മൈസേട്ടൊക്കെ ആയി അടിപൊളിയായി അഭിനയിച്ച ഒരു സിനിമ. അതിൽ കുഞ്ചാക്കോ ബോബൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഒരു ക്രൈം, ആ ക്രൈം നടക്കുമ്പോൾ അതിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ അതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആൾക്കാരും പ്രതികളാകുമെങ്കിൽ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിന് നട്ടും ബോൾട്ടും ഉണ്ടാക്കിയവൻ വരെ പ്രതിയാകണ്ടേ എന്ന് മജിസ്ട്രേറ്റിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക കാരണത്തല്ല. എറണാകുളത്ത് മദ്യലഹരിയിൽ അച്ഛനെ മകൻ ചവിട്ടിക്കൊന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളം കണ്ടത്. എന്ത് കാരണത്താൽ? മദ്യലഹരിയിൽ. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ചോദ്യം. ഇങ്ങനെ ഒരു നിയമം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ വലിയ നിയമ വിദഗ്ധനുമല്ല. പക്ഷെ ഇത്തരത്തിലൊരു പങ്ക് ആരോപിക്കാനും അങ്ങനെ അറസ്റ്റ് ചെയ്യാനും ഒരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഇത്രയധികം മദ്യമൊഴുക്കിയത്, ഇത്രയധികം മദ്യപ്പുഴയാക്കി മാറ്റിയത്, കൂടുതൽ ബിവറേജ് ഔട്ട്ലെറ്റുകൾ തുറന്നത്, മദ്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മദ്യം എന്ന് പറയാൻ മദ്യക്കടലൊഴുക്കി സാധാരണക്കാരന്റെ പാവങ്ങളുടെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി അവരുടെ മുഴുവൻ ധനവും കൊള്ളയടിച്ചുകൊണ്ട് അവരെ നിത്യരോഗികളാക്കി ഖജനാവിലേക്ക് അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിലേക്ക് മാറ്റുന്ന അവരുടെ അധ്വാനത്തിന്റെ ആ വിയർപ്പിന്റെ ഫലം മാറ്റുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ പറ്റും. ഇവിടെ മദ്യമുള്ളത് കൊണ്ടാണ്, മദ്യം ഇത്രയധികം രൂക്ഷമായി വിതരണം ചെയ്യപ്പെടുന്നത് കൊണ്ടല്ലേ. ആരാ ഇവിടെ മദ്യം വിതരണം ചെയ്യുന്നത്? സർക്കാർ തന്നെയല്ലേ, അല്ലെങ്കിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെയല്ലേ. കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ കള്ളു കുടിപ്പിക്കുന്നത് ആരാണ്? സർക്കാരാണ്. ഇന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി പോകുമ്പോൾ എത്ര മദ്യഷാപ്പുകൾ അല്ലെങ്കിൽ എത്ര ബിവറേജ് ഔട്ട്ലെറ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര ബാറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതാണ്. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇനിയും ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതൊന്നും പോരാ. ഈ ചവിട്ടിക്കൊന്നതും അല്ലാതെ കുത്തിക്കൊന്നതും ഞെക്കിക്കൊന്നതും ഒന്നും പോരാ. ഇനിയും കൊലപാതകങ്ങൾ ഉണ്ടാകണം. എത്ര കൊലപാതകങ്ങൾ ഉണ്ടായാലും, എത്ര ജീവിതങ്ങൾ തകർന്നാലും, എത്ര കുടുംബങ്ങൾ തകർന്നാലും, എത്ര കുട്ടികൾ അനാഥരായാലും, എത്ര സ്ത്രീകൾ വിധവകളായാലും, എങ്ങനെയൊക്കെ ആരൊക്കെ എവിടെ നശിച്ചാലും, എത്ര കുടുംബം കുളം തോണ്ടിയാലും നമുക്ക് പണം മതി, തങ്ങൾ കള്ളു വെക്കുമെന്ന് ഒരൊറ്റ വിചാരത്തിൽ ഈ സമൂഹത്തിനെ നാശമാക്കുന്ന ഈ കള്ളു കച്ചവടക്കാർക്ക് അവരുടെ പേരിൽ നടപടി വേണ്ടേ? കള്ളു കുടിച്ചുകൊണ്ട് അപ്പനെ ചവിട്ടിക്കൊന്നിട്ടുണ്ടെങ്കിൽ കള്ള് കിട്ടിയിട്ടാണ്, സർക്കാർ ഇവിടെ കള്ള് വിറ്റിട്ടാണ് അവൻ കള്ളു കുടിച്ചത്. അങ്ങനെയാണെങ്കിൽ സർക്കാർ കൂട്ടുപ്രതിയാകണ്ടേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കൊലക്കേസിലെ കൂട്ടുപ്രതിയാകണ്ടേ? എൻ്റെ ഒരു സംശയമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതാണ്. അദ്ദേഹത്തെ പ്രതിയാക്കണമെന്നോ അദ്ദേഹത്തെ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നോ ഒന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് മദ്യത്തിന്റെ പേരിൽ ഇവിടെ നടക്കുന്ന സകലമാന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദി സർക്കാരുമല്ലേ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം തെക്കുംതല വീട്ടിൽ ജോണി 67 വയസ്സിലെ മകൻ മെൽജോ മദ്യപിച്ചെത്തി ചവിട്ടിക്കൊന്നു എന്നാണ് പറയുന്നത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശരി, അറസ്റ്റൊക്കെ ചെയ്തു. പക്ഷെ ആ പ്രതിയുടെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞത് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമം ഉണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രിയെ കൂടി പ്രതി ചേർക്കാൻ നമ്മുടെ പോലീസ് തയ്യാറാകുമോ? ഇവിടുത്തെ ഈ മദ്യത്തേർവാഴ്ച ഉണ്ടല്ലോ, അത് ഒന്ന് അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നറിയണം. അതുകൊണ്ടാണ് ഈ വീഡിയോ. അറിയാവുന്നവർ ഇതിന്റെ താഴെ ഒന്ന് കമന്റ് എഴുതൂ. നിയമവിദഗ്ധരുടെ അഭിപ്രായങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. Different angles. Don't forget to subscribe and support this channel.